അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ ശക്തമാക്കി. പത്തനംതിട്ട കൊന്നമൂട് സ്വദേശികളായ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന പത്തനംതിട്ട കൊന്നമൂട് സ്വദേശികളായ അജ്സൽ അജി, നബീൽ നിസം എന്നിവരെയാണ് കാണാതായത്. NDRFിന്റെ സഹായത്തോടെയാണ് തെരച്ചിൽ നടക്കുന്നത്. ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ ശക്തമാക്കി. പത്തനംതിട്ട കൊന്നമൂട് സ്വദേശികളായ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളെയാണ് കാണാതായിരിക്കുന്നത്. NDRFിന്റെ സഹായത്തോടെയാണ് ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നത്. സംഭവസ്ഥലത്ത് നിരവധി പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ശക്തമായ അടിയൊഴുക്കാണ് ആറ്റിലുള്ളത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് T. സക്കീർ ഹുസൈൻ പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞ വീട്ടിലേക്ക് പോയ കുട്ടികൾക്കാണ് അപകടത്തിൽപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ കുട്ടികളോട് വീടുകളിലേക്ക് പോകണമെന്ന് സ്കൂളിൽ നിന്നും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കുട്ടികൾ ഇവിടേക്ക് നേരെ വരികയായിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപകമായ തിരച്ചിലുമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. എല്ലാ സ്കൂളുകളിലും ഈ പരീക്ഷയ്ക്ക് ശേഷം കുട്ടികളെ കൃത്യമായി വീട്ടിലേക്ക് പോകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ മർത്തോമ സ്കൂളിലും കൊടുത്തായിട്ടാണ് അറിഞ്ഞത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിൻ്റെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടക്കുകയാണ്. അവരെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കിട്ടട്ടെ എന്ന് ആശിക്കാം. അച്ചൻകോവിലാറിൻ്റെ ഈ ഭാഗം നല്ല ആഴമുള്ള സ്ഥലമാണ് എന്ന് നഗരസഭാ കൗൺസിലർ A. സുരേഷ് കുമാറും പറഞ്ഞു. ആയതിനാൽ തന്നെ മുങ്ങിപ്പോവാനാണ് സാധ്യത. എന്തായാലും ഫയർഫോഴ്സ് ശക്തമായ തിരച്ചിലാണ് നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട നഗരസഭാ പ്രദേശത്തെ കല്ലറക്കടവിലാണ് ഇന്ന് 2 സ്കൂൾ വിദ്യാർത്ഥികളെ കാണാതായിരിക്കുന്നത്. മാർത്തോമ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇവരെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ കടവിലെത്തിയതാണ്. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടയണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം താഴോട്ട് വീണ് ഒരു നല്ല ശക്തമായ ഒരു അടിയൊഴുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ആ അടിയൊഴുക്കിൽ നീന്തൽ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ നല്ല ആഴമുള്ളത് കൊണ്ട് മുങ്ങിപ്പോകാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ചേർന്നുകൊണ്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികളെയും തിരികെ ജീവനോടുകൂടി ലഭിക്കട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിന് ഉണ്ടായ വലിയ ബുദ്ധിമുട്ടിൽ ഈ പ്രദേശത്തുള്ള ഒരു കൗൺസിലർ എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ വലിയ പ്രയാസം കൂടി ഞാൻ അറിയിക്കുന്നു. എല്ലാവരും, നാട്ടുകാരും ഈ പറയുന്ന എല്ലാ ആളുകളും ചേർന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത് വരട്ടെ എന്ന്. ന്യൂസ് ഡെസ്ക്, പത്തനംതിട്ട.